ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിംപ്ലി പഞ്ചമി വ്ലോഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? കുറേ നാളായി നമ്മളൊരു വീഡിയോ ഇട്ടിട്ട്. എന്തിനു പറയുന്നു, 2026 നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ വീഡിയോയേ ഇടാറില്ല. പറയുമ്പോൾ ഞാൻ ഡിസംബറിലേക്കും കുറേ പ്ലാൻ ഇട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി 2026 മുതൽ ഡെയിലി വീഡിയോസ് ഇടണം, കുറേ പ്രൊഡക്റ്റീവായിട്ട് കുറേ കാര്യങ്ങളൊക്കെയും ചെയ്യണം എന്നൊക്കെ ഭയങ്കര പ്ലാനിങ് ആയിരുന്നു. പക്ഷേ എന്ത് പ്ലാനിങ് ഇട്ടാലും അതിനൊക്കെ തകിടം മറിച്ച് ജസ്റ്റ് ഓപ്പോസിറ്റ് കാര്യങ്ങളാണ് കേട്ടോ നമ്മുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം നടക്കണില്ലെന്നേ, എനിക്കറിയില്ല എന്താണ് ഇങ്ങനെയെന്ന്. എനിക്ക് മാത്രമാണോ, ഞാൻ മാത്രമാണോ ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ട് എന്തെങ്കിലും പ്ലാൻ ചെയ്യും, ഒന്നും നടക്കില്ല. അങ്ങനത്തെ അവസ്ഥയിൽ കൂടിയൊക്കെയാണ് കുറച്ച് നാളായിട്ട് കടന്നു പോകുന്നത്. കഴിഞ്ഞൊരാഴ്ച ഹോസ്പിറ്റൽ കേസായിരുന്നു. എനിക്കറിയില്ല. ആദ്യം വന്നത് കുഞ്ഞാറ്റിക്ക് ചെറിയൊരു പനിയായിട്ട് വന്നതാണ്. നമ്മൾ അപ്പം തന്നെ ഡോക്ടറെ കാട്ടി. ഒരു ഫ്രൈഡേ ആയിരുന്നു അവൾക്ക് പനിയായത്. അപ്പം തന്നെ ഡോക്ടറെ കാട്ടി ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഞാനായിട്ട് ഡോക്ടറോട് അങ്ങോട്ട് ചോദിച്ചുട്ടോ, ഡോക്ടർ ഒന്ന് ബ്ലഡ് ടെസ്റ്റ് ഒന്ന് ചെയ്യാവോ, ഉണ്ണികളുടെ കുറേ നാളായി ചെയ്തിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ കുഞ്ഞിപ്പാറുവിനും അങ്ങനെ തന്നെ ജസ്റ്റ് ഒന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ അന്നത്തെ ദിവസം അപ്രൂവൽ കിട്ടിയില്ല. പിറ്റേ ദിവസം പോയിട്ട് നമ്മൾ വീണ്ടും ഹോസ്പിറ്റലിൽ പോയിട്ട് ബ്ലഡ് ഒക്കെ കൊടുത്ത് പോന്നു. പിറ്റേ ദിവസം റിസൾട്ട് കണ്ടപ്പോൾ ഞാനങ്ങോട്ട് ദൈവമേ ഞെട്ടി. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാൾക്കും ഭയങ്കര ഇൻഫെക്ഷൻ. അപ്പോഴേക്കും ഇവൾക്ക് കുഞ്ഞാറ്റയ്ക്ക് ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് അവളുടെ പനി ഇത്തിരി കുറവായിട്ടുണ്ടായിരുന്നു, കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ അവളുടെ ശരീരത്തിൽ ചെറിയ ചെറിയ ഒരു എന്താ പറയുക, കുഞ്ഞു കുഞ്ഞു കുരുക്കളുണ്ടല്ലോ, നമ്മളിപ്പോൾ 5ാം പനി എനിക്കും പറയില്ലേ ഇങ്ങനെ, അതേപോലെ ഇങ്ങനെ തരിതരിയായിട്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. അത് പക്ഷേ അവൾ ആൻറ്റിബയോട്ടിക് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് പിറ്റേ ദിവസം തന്നെ അവളുടെ മാറി. പക്ഷെ അത് കഴിഞ്ഞ് ബ്ലഡ് ടെസ്റ്റ് കൊടുത്ത അന്നാണ് കുഞ്ഞിപ്പാറുവിന് പനിച്ച് തുടങ്ങി കേട്ടോ. പനിച്ച് തുടങ്ങി പിറ്റേ ദിവസം ശരീരം ഫുൾ ഇതേപോലെ ചെറിയ ചെറിയ കുരുക്കൾ വന്നു. കുരുക്കളല്ല, ഒരു തരി നമുക്കതിങ്ങനെ തൊടുമ്പോൾ ഭയങ്കര ഡ്രൈ ആയിട്ട് ഇങ്ങനെ ഫീൽ ചെയ്യും. ഫുൾ ബോഡി അങ്ങനെയായിരുന്നു. അതുമാത്രമല്ല, കുഞ്ഞിപ്പാറുവിൻ്റെ മുഖയ്ക്ക് ആകെ ഒരു ചൈനക്കാരൻ്റെ മുഖം പോലെ, മുഖയ്ക്കും വീർത്ത് വന്നിട്ടേ ഭയങ്കര ഇൻഫെക്ഷൻ റേറ്റ് ആയിരുന്നു. അപ്പോൾ കഴിഞ്ഞ ഒരു വ്യാഴാഴ്ച മുതൽ ഉണ്ണികൾ സ്കൂളിൽ പോയിട്ടില്ല. ഒരു ഡേ കെയറിൽ തന്നെയാണ് നമ്മൾ ആക്കണത്. അങ്ങനെ ഉണ്ണികളെ കൊണ്ട് 2-3 ദിവസം നമ്മൾ അടുപ്പിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോലിക്കായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ പെട്ടെന്ന് എന്താണെന്ന് അറിയില്ല, എൻ്റെ കൈയിൻ്റെ തള്ളവിരലുണ്ടല്ലോ, അത് ഒരു ഉളുക്ക് വന്നില്ല. അങ്ങനെ ജോയിൻറ്റിൽ ഭയങ്കര പെയിൻ. എനിക്ക് ഉണ്ണികളുടെ മുടി കെട്ടി കൊടുക്കാൻ പോലും പറ്റുന്നില്ല, അതുപോലത്തെ പെയിനായി. എന്നിട്ട് തള്ളവിരൽ ഭയങ്കര ഒരു നീര് വെച്ച പോലെ, നമുക്ക് കളർ ചേഞ്ചും കാണാം അവിടെ. ഭയങ്കര ജോയിൻറ്റിൽ ഭയങ്കര പെയിൻ. അങ്ങനെയൊക്കെയായാലും ഞാൻ ഹോസ്പിറ്റലിൽ, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, പാത്രം പോലും കഴുകാൻ പറ്റുന്നില്ല. ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവർ പറഞ്ഞു ചിലപ്പോൾ ഈ മസിൽസ് ഇങ്ങനെ ഇതായതായിരിക്കും, അപ്പോൾ ഒരു ഇഞ്ചക്ഷൻ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ എനിക്കൊരു ഇഞ്ചക്ഷൻ എടുത്തു, കുറേ പെയിൻ കില്ലർ എഴുതി തന്നു, പിന്നെ കുറേ ജെല്ല് എഴുതി തന്നു, അതൊക്കെ എടുത്ത് പറ്റി. അങ്ങനെ ഒരു 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് എൻ്റെ പെയിൻ മാറിയിട്ടോ. അങ്ങനെ കഷ്ടകാലത്തിൻ്റെ കഷ്ടകാലമായിരുന്നു ഈ ഒരു ശാരീരികമായും മാനസികമായും എന്തെന്നാ പറയുന്നത്. ജനുവരി ഒരു പൊട്ട മാസമായിരുന്നു കേട്ടോ. എനിക്ക് തീരെ ഇഷ്ടമായിട്ടില്ല കേട്ടോ ഈ 2026 തുടക്കം. ഇനിയുള്ള മാസം നന്നാവുമെന്ന് വിചാരിക്കാം, പ്രതീക്ഷയല്ല എല്ലാതും. നോക്കാം നമുക്ക്. അങ്ങനെയൊക്കെയും ഉണ്ണികൾക്ക് വയ്യാണ്ടായാൽ തന്നെ പിന്നെ പകുതി ഇതായല്ലോ, ഏറെക്കുറെ ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. എന്നാലും മുഴുവനായിട്ട് ഉണ്ണികളുടെ മാറിയിട്ടില്ല കേട്ടോ അസുഖങ്ങളൊന്നും. അപ്പോൾ ഈ ഒന്നാമത് ഉണ്ണികൾക്ക് കാലത്ത് 5:30 എഴുന്നേറ്റ് പോവല്ലേ, അപ്പോഴായിരിക്കും ഈ പനിയും ഇതൊക്കെ വന്നിട്ടുണ്ടാവാം. അപ്പോൾ ഇതൊന്നും ശരിക്കൊന്നും മാറാതെ ഈ തണുപ്പത്ത് ഉണ്ണികളെ വിട്ട് കഴിഞ്ഞാൽ വീണ്ടും കൂടുതലാവുള്ളൂ. അപ്പോൾ എന്തായാലും ഒരു ദിവസം കൂടെ ലീവൊക്കെ എടുത്ത് അവർ വീട്ടിലെ റെസ്റ്റ് എടുക്കട്ടെ, എവിടേക്ക് വേഗം മാറുമെന്ന് വിചാരിക്കാം. ഇന്നത്തെ ആ ഡ്യൂട്ടിക്കും കഴിഞ്ഞ് വന്നപ്പോൾ ഉണ്ണികൾക്ക് നല്ല വിശക്കണമെന്ന് പറഞ്ഞു. ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനപ്പോൾ വിചാരിച്ചു ദോശമാവ് കുറച്ചുണ്ട്, അങ്ങനെയാണെങ്കിൽ ദോശ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഉണ്ണികൾക്ക് ദോശ ഉണ്ടാക്കി കൊടുക്കാണ് കേട്ടോ. പിന്നെ ഇവിടെ നമ്മുടെ കാലാവസ്ഥ നല്ല തണുത്ത കാറ്റാണ് കേട്ടോ. നല്ല തണുത്ത കാറ്റത്ത് ഡ്യൂട്ടിക്കും കഴിഞ്ഞ് വരുമ്പോൾ ഇങ്ങനെ നമ്മൾ വിറയ്ക്കും. അപ്പോൾ അതൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ ഇവിടുത്തെ ദുബായിലെ ചെറിയ ചെറിയ വിശേഷങ്ങൾ. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും ഹെൽത്തി ആയിരിക്കുക, ഹാപ്പി ആയിരിക്കുക.